പൂന്താനം സ്മൃതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ കീഴാറ്റൂര് 16-ാം നൂറ്റാണ്ടിൽ പൂന്താനം നമ്പൂതിരിപ്പാട് ജനിച്ച നാട്ടിൽ പോവുകയും പൂന്താനം സ്മൃതി അനുസ്മരണത്തിൽ കവിതകളും പാട്ടുകളും കേൾക്കുകയും ചെയ്തപ്പോൾ തോന്നിയ ഒരു സാധാരണക്കാരന് തോന്നിയ ചില അനുഭവങ്ങളാണ് മൊണസ്റ്റി ഓഫ് ലവിന്റെ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. 16-ാം നൂറ്റാണ്ടില് പൂന്താനം ജനിക്കുന്ന കാലഘട്ടത്തിൽ മലയാള എഴുത്തിന് സംസ്കൃതവും തമിഴും ചേർന്ന ഒരു ചേരുവയുടെ സാധാരണക്കാരൻ സംസാരിക്കുന്ന ഭാഷയിൽ നിന്നും വേറൊരു തലത്തിൽ വേറിട്ടു നിൽക്കുന്ന തലത്തിൽ സാഹിത്യം എഴുതിക്കൊണ്ടിരുന്ന കാലത്ത് പൂന്താനം തൻ്റെ വേദനയിൽ നിന്ന് ജ്ഞാനപാന എഴുതുന്നത് സാധാരണക്കാരൻ്റെ മലയാളത്തിലാണ്. കല്യാണം കഴിഞ്ഞ് കുട്ടിയില്ലാതാവുന്ന ഒരു കാലത്ത് കാത്തിരിക്കുകയും പ്രാർത്ഥനകളിലൂടെ ഒടുവിലുണ്ടാകുന്ന കുട്ടി നമ്മുടെ ഇക്കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബർത്ത്ഡേക്ക് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചു പോവുകയും ചെയ്യുന്ന ദുഃഖത്തിൽ നിന്ന് ഗുരുവായൂരേക്ക് പോവുകയും ആ ഗുരുവായൂർ ചെന്ന് ഉപാസന ഇരിക്കുകയും ഭക്തിമാർഗത്തിൽ കവിത എഴുതുകയും ചെയ്യുമ്പോഴും ദൈവത്തോടടുത്ത് നിന്ന് മനുഷ്യനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പൂന്താനത്തിന്റെ കവിതകൾ വരുന്നത്. ഞാൻ ഇന്ന് ഈ കവിതയിൽ കവിത അനലൈസ് ചെയ്യുകയല്ല, മറിച്ച് എങ്ങനെ ഒരു സാധാരണക്കാരന്റെ ഭാഷയിലേക്ക്, സാധാരണക്കാരന്റെ സംവേദനക്ഷമതയിലേക്ക് ഒരു കവിതയെ, നമുക്ക് പറയാനുള്ള ഒരു കാര്യത്തെ കൺവേർട്ട് ചെയ്ത് പറയണം എന്നുള്ളതാണ്. ജ്ഞാനപാനയെ വായിക്കുമ്പോൾ നമ്മുടെ റീൽസിൽ കാണുന്ന മോട്ടിവേഷണൽ സ്പീച്ചുകളുടേക്കാൾ എത്രയോ അഗാധമായ അറിവും എത്രയോ അഗാധമായ നോളജും മോട്ടിവേഷൻസും ഉള്ള ഒരു കവിതയാണ് ജ്ഞാനപാനം എന്നുള്ളത്. അത്തരത്തിൽ കവിതയെ വായിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഈ കാലം കവിതയെ വായിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ്. കൂടെയില്ല പിറക്കുന്ന നേരത്തും കൂടെയില്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന് നാം വ്രത. കണ്ടുകൊണ്ട് കൂടെ ജനിക്കുമ്പോൾ കൂടെ ആരുമില്ല, മരിക്കുമ്പോഴും കൂടെ ആരുമില്ല, ഇതിനിടയിൽ ഉള്ള ഒരു ചെറിയ കാലത്ത് നമ്മൾ എന്തിനിങ്ങനെ മത്സരിക്കണം എന്നത് എന്ത് നല്ല ഇൻസ്റ്റാഗ്രാം റീലാണ്. പഴയ കാലത്തെ നമ്മളുടെ അറിവുകളെ പുതിയ കാലത്തെ സങ്കേതങ്ങളിലേക്ക്, സോഷ്യൽ മീഡിയകളിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്ന് ഓരോ സോഷ്യൽ മീഡിയ ബ്ലോഗേഴ്സും ചിന്തിച്ചു തുടങ്ങും. അത്രയേറെ അറിവുകളാണ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുന്നത്. പൂന്താനത്തെ ഭക്തിയുടെ, ഇപ്പോൾ കാണുന്ന കവിതയുടെ, സാഹിത്യത്തിൻ്റെ ഒക്കെ അപ്പുറത്ത് മലയാളി സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ എത്രയോ സാധ്യതകളുണ്ട് എന്ന് ഇന്നലെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി. ആ ചിന്ത ഇവിടെ പങ്കുവെക്കണം എന്നും തോന്നി.